ഇവള് വീട്ടുകാരേക്ക് വെറുപ്പിച്ച് ചെന്നൈയിലേക്ക് ജോലിക്ക് പോയതായിരുന്നു. പക്ഷേ അതൊരു ഉടായിപ്പ് കമ്പനിയായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഇവള് ചെന്നൈയിൽ തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ തീരുമാനിച്ചു. പുതിയ താമസക്കാരിയാണെങ്കിൽ മര്യാദയ്ക്കൊക്കെ നിന്നോണം, സൗണ്ട് ഒന്നും വെളിയിൽ കേട്ട് പോയത് എന്നൊക്കെയാണ് താഴെയുള്ള ഒരു മൂപ്പിലാൻ ചെന്നുടനെ അവളോട് പറഞ്ഞത്. മെഗലിലാണെങ്കിൽ അതിനേക്കാളും വലിയ കോമഡി. വീണ് കിടന്ന ഇവളെ സഹായിക്കാൻ പോലും അവിടെ ആർക്കും മനസ്സില്ല. പക്ഷെ അവനൊരു സാധാരണ ആളല്ല, ആ ഏരിയ ഭരിക്കുന്ന MLA വലം കൈയാണ്. MLA കാര്യങ്ങളൊക്കെ തീരുമാനിക്കും, ഇവനത് നടപ്പിലാക്കും. അതായിരുന്നു അവരുടെ ഒരു രീതി. ഇവൾ ഇത്രയും വലിയ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്ന കാര്യമൊന്നും പേരൻസിന് അറിയില്ലായിരുന്നു. നമ്മുടെ ഗുണ്ടാളിയുടെ കാര്യം പറഞ്ഞ അവൻ പെഗ്ഗില് പഴം മുക്കി കഴിക്കുന്ന ആളാണ്. ഈ കോമ്പിനേഷൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആൾക്കാർക്ക് പോലും ഇത്രയ്ക്കും ജാട കാണില്ല. ആരൊക്കെയോ ബാറിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്നറിഞ്ഞപ്പോ ഒരു മാസ് ഹീറോയെ പോലെ ഇവൻ അവരുടെ അടുത്തേക്ക് പോയി. വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് താഴെയിട്ടിട്ട് ഒരൊറ്റ വീഴ്ചയിലായിരുന്നു. പക്ഷെ മറ്റവൻ അത് ബ്ലോക്ക് ചെയ്ത് ഇവനെ അടിച്ച് താഴെ ഇട്ടു. ലാസ്റ്റ് ബിയർ കുപ്പി എടുത്ത് ഒരുത്തൻ അടിക്കാൻ വേണ്ടി പോയപ്പോ വേറെ ഒരുത്തൻ ആ കുപ്പി അങ്ങ് ചവിട്ടി ഇട്ടു. എന്നിട്ട് തലങ്ങും വിലങ്ങും അടിക്കലായി. പക്ഷെ എത്ര ചവിട്ടുപൊടിയും കിട്ടിയാലും ആറ്റിറ്റ്യൂഡ് വിട്ട് ഒരു കളിയുമില്ല.